സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ് വന്നത്. നെയ്യാറ്റിൻകര റൂട്ടിൽ ബാലരാമപുരം നെയ്യാറ്റിൻകര റൂട്ടിൽ ആറാലുമൂട് ജംഗ്ഷനിൽ ആറാലുമൂട് കേരള ഓട്ടോമൊബൈൽസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ പടുകൂറ്റൻ മരം ഒരു അപകടാവസ്ഥയിൽ നിന്നും അത് എൻ്റെ സുഹൃത്തും ബ്ലോഗറുമായ ജിതേഷ് ഏട്ടൻ അതെടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തി. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിൽക്കുന്നത് കേരള ഓട്ടോമൊബൈൽസിന് സമീപത്താണ് നിൽക്കുന്നത്. അതിന് മുന്നിലായിട്ട് മെയിൻ ഗേറ്റിന് മുന്നിലായിട്ട് കാണുന്ന 150 വർഷത്തിന് മേൽ പഴക്കമുള്ള വലിയൊരു മാവാണ് ഈ കാണുന്നത്. ഇതിന്റെ വേരെന്ന് പറഞ്ഞാൽ ദ്രവിച്ച് ഇനി ഒരു 10% ഈ ഭൂമിയുമായിട്ട് ഇതിന് ബന്ധമുള്ളൂ. ചെറിയൊരു കാറ്റ്, ഇപ്പോൾ വേനൽക്കാലമാവും, കാറ്റും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതിന്റെ മൂട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പകുതിയോളം പോടായി ഇനി ഒരു 0.5% ഇരിക്കുന്നു. ചെറിയൊരു കാറ്റ് മതി ഇത് റോഡിലേക്ക് വീഴാൻ. പക്ഷെ ഈ റോഡിൽ പോകുന്ന ഏതെങ്കിലും ബസ്സിന്റെയോ വാഹനങ്ങളുടെ പുറത്തൂടെ ആയിരിക്കും ഇത് വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കാം. വീഴുന്നാൽ വലിയൊരു ദുരന്തം തന്നെ ഇതിവിടെ സംഭവിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇതിന്റെ അധികാരമെന്ന് അറിയുന്നു. ഈ ന്യൂസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിച്ചാൽ ഈ മരം ഇവിടെ നിന്ന് മാറ്റിയാൽ വലിയൊരു ദുരന്തത്തിൽ നിന്നും നമുക്ക്, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, ഈ കാണുന്ന ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, ഇതിലെ പോകുന്നവരുടെ ആരുടെയെങ്കിലൊക്കെ ബന്ധുക്കളായിരിക്കാം. നിങ്ങളാൽ കഴിയുന്നവർ ഇത് ഷെയർ ചെയ്ത് ഈ ന്യൂസ് അധികാരികളിൽ എത്തിക്കുക. അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് ആ ഏരിയയിലുള്ള മണിയൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ജിതേഷ് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജിതേഷ് ഏട്ടൻ വീഡിയോ ഇട്ടു. അപ്പോൾ ഈ ജിതേഷ് ഏട്ടൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ തന്നെ പേടിച്ചു പോയി. എപ്പോഴും ഞാൻ അതിൽ പോകുന്നതാണല്ലോ, ഇത്രയും വലിയ അപകടാവസ്ഥയിലുള്ള മരം ഇങ്ങനെ നിൽക്കുന്നല്ലോ. അപകടാവസ്ഥയിൽ നല്ല രീതിക്കാണ്. എപ്പോഴും നമുക്കറിയാമല്ലോ, നെയ്യാറ്റിൻകര ബാലരാമപുരം റോഡിൽ എപ്പോഴും വാഹനങ്ങൾ ഒരു സെക്കൻഡ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ഈ മരമെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവന് ആപത്തായിരുന്നു. അത് ഈ ജിതേഷ് ഏട്ടനെ കാണിച്ചു കൊടുത്ത മണിയൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിനോടും പ്രത്യേകിച്ച് നന്ദി ഞാൻ പറയുന്നുണ്ട്. കാരണം ഇങ്ങനൊരു അവസ്ഥയിലിരിക്കുന്ന ഒരാൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ മാത്രമേ, അത് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ മുകളിൽ ഇരിക്കുന്നവർക്ക് അത് കാണാൻ കഴിയുകയുള്ളൂ, അതിന് എന്തെങ്കിലും തീരുമാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു നടപടി എടുക്കണമെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി എൻ്റെ രീതിക്ക് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ എന്തായാലും ആ മരം വളരെ ഭംഗിയായിട്ട് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അത് നെയ്യാറ്റിൻകര ചെയർമാനും വൈസ് ചെയർമാനായ കെ ഷിബുവിൻ്റെ ഇടപെടൽ കൂടുതലുണ്ടായി. ഷിബു സാറിൻ്റെ കൂടുതൽ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജിതേഷ് ഏട്ടനും ഷിബു സാറിനും ഞാൻ എന്തായാലും നന്ദി രേഖപ്പെടുത്തുന്നു. കെ ഷിബു ഈ വീഡിയോ, വൈസ് ചെയർമാൻ കെ ഷിബു വീഡിയോ കണ്ടത് മുതൽ ഉടനെ തന്നെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഈ മരം ഇന്ന് മുറിക്കുകയാണ്. അതിൽ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഈ വീഡിയോ ഷെയർ ചെയ്ത ഈ വീഡിയോ ഷെയർ ചെയ്ത എല്ലാവരുടെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കാണുകയും ഈ മരം മുറിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. പുത്തനമ്പലം വാർഡിന്റെ സമീപത്ത് നാഷണൽ ഹൈവേ കേരള ഓട്ടോമൊബൈൽസിന്റെയും അതുപോലെ തന്നെ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെയും മുൻവശത്ത് അപകട സ്ഥിതിയിലൊരു മാവുമരം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മാവുമരം അവിടെ നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ നെയ്യാറ്റിൻകര നഗരസഭയ്ക്ക് വിവിധ പരാതികൾ വന്നിട്ടുണ്ട്. പുത്തനമ്പലം വാർഡിലെ മുൻ കൗൺസിലർ ഒരു പരാതി 27/11/24 നഗരസഭയ്ക്ക് നൽകുകയുണ്ടായി. എന്നാൽ അതിനുശേഷം അതും ആ മരം മുറിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. ഈ മരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഒരു വലിയ പോടെല്ലാം വീഴുന്ന ഈ അവസ്ഥ ഇപ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആറാലുമൂട് സ്വദേശി കൂടിയായിട്ടുള്ള ശ്രീ ജിതേഷ് ആണ് ഈ വീഡിയോ ചിത്രീകരിച്ച് അധികാരികളുടെയും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്.